ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയുടെ പൂ വെച്ചിട്ട് ഒരു തോരനാണ്. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ തുവരപ്പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാമ്പാറിലിടില്ലേ പരിപ്പ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പരുവത്തിൽ വഴന്ന് കിട്ടുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയെല്ലാം ട്രാൻസ്പാരന്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ മുരിങ്ങാപ്പൂവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കാണ്ട് തന്നെ നമ്മുടെ മുരിങ്ങാപ്പൂവെല്ലാം നല്ലപോലെ വെന്ത് കിട്ടണം. നമ്മുടെ മുരിങ്ങാപ്പൂവെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ തോരനാവശ്യമായിട്ടുള്ള കൂട്ടിനായിട്ട് നമ്മൾ 3/4 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 വെളുത്തുള്ളി അല്ലി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ കൂട്ടിനെ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇപ്പോഴേ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യണ്ട, നമ്മളിങ്ങനെ ജസ്റ്റ് ഇതിനൊന്ന് പൊതിഞ്ഞ് വെച്ചാൽ മതി. അപ്പോഴേ നമ്മുടെ കൂട്ടെല്ലാം ബാക്കി മുരിങ്ങാപ്പൂവിലേക്കൊക്കെ പിടിക്കത്തുള്ളൂ. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. നമുക്കിനി അടപ്പ് മാറ്റി നോക്കാം. ഇനി നമ്മളിതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ തോരനെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങാപ്പൂ തോരൻ റെഡി.